കുട്ടികളെ ആദ്യമായി തലമുട്ടയടിക്കുന്ന ചടങ്ങാണ് തലമുണ്ടനം അഥവാ ചൂഢകർമ്മം. ജനിച്ച കുട്ടിക്ക് 9-ാം മാസത്തിലോ 1 വയസ്സിനു ശേഷമോ ആണ് സാധാരണഗതിയിൽ ഈ ചടങ്ങ് നടത്തിവരാറുള്ളത്. ഹൈന്ദവ വേദങ്ങൾ പ്രകാരം തലമുണ്ടനത്തിന് ശ്രേഷ്ഠമായ സ്ഥാനമാണുള്ളത്. പഴനിയിലെ ബാലമുരുകന്റെ വിഗ്രഹത്തിന് തലമുണ്ടനം ചെയ്ത ഒരു താപസ്സിയുടെ വേഷമാണ്. വസ്ത്രമായിട്ട് ഒരു കൗപീനം മാത്രം, കയ്യിൽ ദണ്ഡും വേലും. ബാലമുരുകന്റെ ശിരസിനോട് സാമ്യം തോന്നുകയാണ് തലമുണ്ടനം ചെയ്യുകയെന്ന വിശ്വാസത്തിന് ആധാരം. അങ്ങനെ ഭഗവാന് രൂപത്തോട് താതാത്മ്യം പ്രാപിക്കുക. വൈകിട്ട് തലമുണ്ടനം ചെയ്ത ശേഷം ചന്ദനം തേച്ച് രാത്രി മുഴുവൻ അത് സൂക്ഷിക്കുകയെന്നത് ഭക്തരുടെ രീതിയാണ്. സുബ്രഹ്മണ്യസ്വാമി വിഗ്രഹത്തിന്റെ ചെവികള് സാധാരണയിലും വലിപ്പമുള്ളതാണ്. തന്റെ ഭക്തരുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ശ്രദ്ധാപൂർവം ആ ചെവികളിൽ എത്താനായിരിക്കും എന്നു കരുതുന്നു. സർവ്വരോഗങ്ങൾക്കും ശമനമാകുന്ന ദിവ്യൌഷധമാണ് ശ്രീമുരുകന്റെ പുണ്യവിഗ്രഹമെന്നാണ് വിശ്വാസം. ഒറ്റയ്ക്കെടുത്താൽ മഹാവിഷവും പ്രത്യേക അനുപാതത്തിൽ തമ്മിൽ ലയിപ്പിച്ചാൽ മഹാ ഔഷധവുമാകുന്ന 9 പാഷാണങ്ങൾ സംയോജിപ്പിച്ചാണ് മുരുകവിഗ്രഹം തീർത്തിരിക്കുന്നത്. 4000-ലേറെ ഒറ്റ മൂലികളിൽ നിന്നായി 81 ഭൈഷജ കൂട്ടുകൾ വേർതിരിച്ച് അവയെ വീണ്ടും ലയിപ്പിച്ച് 9 മഹാപാഷാണങ്ങൾ അഥവാ മൂലകങ്ങൾ തയ്യാറാക്കി. വീരം, പൂരം, രസം, ജാതിലിംഗം, കണ്ടകം, ഗൗരീപാഷാണം, വെള്ളപാഷാണം, മൃദർശിങ്ക്, ശിലാസത്ത് എന്നീ 9 പാഷാണങ്ങളുടെ കൂട്ടിനെ പ്രത്യേക താപനിലയിൽ ചൂടാക്കിയും തണുപ്പിച്ചും മണ്ണിനടിയിൽ കുഴിച്ചിട്ടും വീണ്ടും എടുത്ത് ചൂടാക്കിയുമാണ് വിഗ്രഹം നിർമ്മിക്കാനുള്ള മിശ്രിതം തയ്യാറാക്കിയതെന്ന് പറയപ്പെടുന്നു. വിഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിച്ച 9 വിഷലോഹങ്ങളുടെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമർത്ഥമായ കൂട്ടുണ്ടാക്കുകയും അവയെ ധാരാളം ഔഷധഗുണങ്ങളും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുമുള്ള കഠിനമായ ഒരു ലോഹമാക്കി മാറ്റുകയും അതിൽ നിന്ന് ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കുകയും ചെയ്തു. ഇത്രയധികം യുഗങ്ങൾ പിന്നിട്ടിട്ടും ലക്ഷക്കണക്കിന് അഭിഷേകങ്ങൾ നടത്തിയിട്ടും ഇന്നും ഭഗവാന്റെ വിഗ്രഹത്തിന്റെ ചൈതന്യത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളത് അത്ഭുതാവഹമായ കാര്യം തന്നെയാണ്.